1 തിമോത്തിയോസ് 6:12 വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് അനേക ലേഖനങ്ങൾ എഴുതിയവയിൽ ഏറ്റവും ഹൃദ്യമായവയാണ് തിമോത്തിയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങൾ. കാരണം ഇവ രണ്ടും പൗലോസ് ശുശ്രൂഷയിലേക്ക് നയിച്ചവർക്കാണ് എഴുതുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എഴുതുമ്പോൾ അത് ഉറപ്പായും ആത്മാവിനെ സ്പർശിക്കുന്നവയാവും. അതിൽ തന്നെ തിമോത്തിയോസിന് എഴുതുമ്പോൾ തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനെന്ന് വിശേഷിപ്പിക്കാൻ വിധം ഏറ്റവും അടുത്ത വ്യക്തിക്കുള്ളതാണ്. അത്രമേൽ നന്നായി അറിയാവുന്ന വേണ്ടപ്പെട്ട ഒരാൾക്ക് നൽകുന്ന ഉപദേശം ആ വ്യക്തിയുടെ വിജയത്തിന് ഉറപ്പായും പ്രാധാന്യമുള്ളതാവും. ഈ ആത്മീയ ജീവിതം വെറും ഒരു മാർഗമല്ല, അത് ഒരു പോർക്കളമാണ് എന്ന് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. അതിനാലാണ് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതാൻ പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. ലോകത്തിലെ യുദ്ധങ്ങൾ ഏത് വക്രതയിലൂടെയും വിജയിക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ നേരായി പൊരുതി മാത്രമേ വിശ്വാസ ജീവിത വിജയം നേടാൻ കഴിയൂ. യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർ വേറെ ഒരു നിർവഹവുമില്ലാതെ വരുമ്പോഴാണ് അത് ചെയ്യുന്നത്. എന്നാൽ ആത്മീയ പോരാട്ടം ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ളതാണ്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണല്ലോ. രാജ്യസേവനം ചെയ്ത പടയാളികൾ ദൗത്യമധ്യേ ജീവൻ വെടിഞ്ഞാൽ അവരുടെ പേര് ആ രാജ്യം ഉള്ള കാലത്തോളം ഓർത്തുവയ്ക്കും. ചരിത്രത്താളുകളിൽ അവർ ജീവിക്കും. എന്നാൽ ആത്മീയ പോരാട്ടത്തിൽ വിജയിക്കുന്നവരുടെ പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിലാണ് കുറിച്ചിരിക്കുന്നത്. നിത്യജീവനായി വിളിക്കപ്പെട്ടവർ അവസാനത്തോളം അത് ഓർമ്മിക്കണം. തിമോത്തിയോസിനെ പോലെ അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സാക്ഷ്യം പ്രാപിക്കണം. ലോകത്തിലെ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ആർക്കുമാകില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കണം. എന്നാൽ ഒടുവിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല ദാസനെ എന്ന അഭിസംബോധനയ്ക്ക് അർഹരായിത്തീരും. ആകയാൽ നമുക്കും നിത്യജീവനെ മുറുകെ പിടിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.